ഹായ് എല്ലാവർക്കും നമസ്കാരം. കുറേയായി ഒരു വീഡിയോ ചെയ്യാത്ത. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് പാർക്കിലേക്ക് പോകണം എന്ന് കുറേയായി പറയുന്നത്. അപ്പോൾ ഒരു അമ്പലമുണ്ട് നമ്മളെ ഇവിടെ കർണാടക സ്റ്റേറ്റിലാണ്. അപ്പോൾ ആടെ ഹനുമാൻഗിരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും നല്ല കുട്ടികൾക്ക് മതി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു വൈകുന്നേരം. അപ്പോൾ നേരെ നമ്മൾ പോവുകയാണ്. അപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ അതിർത്തിയിലാണ് കർണാടക സ്റ്റേറ്റിൻ്റെ നമുക്ക് അടുത്താണ്. അപ്പോൾ കുറച്ച് കാടുകളെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് സിനിമയിൽ പറയുമെങ്കിലും ശരിക്കും ഫോറസ്റ്റ് കാടും മരങ്ങളുമാണ്. അപ്പോൾ അതിലേ കൂടിയാണ് നമ്മൾ യാത്ര. അപ്പോൾ ഇത് കർണാടക സ്റ്റേറ്റും കേരള സ്റ്റേറ്റും ഒക്കെ ഒന്നിച്ചും കുറഞ്ഞും കൂടിയും ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് തെറ്റേണ്ട സ്ഥലമായി. ഇത് ദേലമ്പാടി റൂട്ടിലേക്ക് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ നേരെ പോകുന്നത് സുള്ളിയ റോഡ് റോഡാണ്. നേരെ സ്ട്രൈറ്റ് സുള്ളിയ റോഡും റൈറ്റ് സൈഡ് അടൂർ റോഡും ഈ ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് നമുക്ക് പോകേണ്ട ഈശ്വരമംഗല ദേലമ്പാടി റൂട്ട് സൈഡും. അപ്പോൾ ഇതാണ് ഈശ്വരമംഗല കർണാടക സ്റ്റേറ്റിലേക്ക് പോകുന്ന ഈശ്വരമംഗല എന്ന ടെമ്പിളിലേക്ക് പോകുന്ന സ്ഥലം റോഡ്. അങ്ങനെ ഇവിടെയും കാടാണ് കേട്ടോ, മുഴുവൻ കാടാണ്, മരങ്ങളാണ്. പക്ഷെ നല്ല നല്ല രസമുണ്ട് ഇതിൽ പോകാൻ വേണ്ടിയിട്ട്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത് ഞാൻ കുട്ടികൾക്ക് പാർക്കിലേക്ക് പോകണമെന്നില്ലേ, കളിക്കാൻ പോകണമെന്നില്ല ഒരിതും. പിന്നെ ഇപ്പോൾ അടുത്ത് അവിടെ ഉത്സവം നടന്നതാണ്, ഹനുമാൻ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നത്. പ്രധാനമായിട്ടും അവിടെ ഹനുമാൻ്റെ വിഗ്രഹമാണ്, അമ്പലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ അടുത്ത് ഉത്സവം നടന്നതാണ്. ഒരാഴ്ചയും കൂടെ ആയില്ല. അപ്പോൾ അന്നേരം ഉത്സവത്തിന് പോകാൻ പറ്റിയിട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി വൈകുന്നേരമായി. അപ്പോൾ ഉത്സവം കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ സമയത്ത് എല്ലാ ഡെക്കറേഷനൊന്നും അഴിച്ചിട്ടില്ല. അപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഈശ്വരമംഗല ടൗണിൽ നിന്ന് മേലോട്ട് പോകുന്ന റോഡിൽ കൂടിയാണ് നമുക്ക് ഹനുമാൻഗിരിയിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് കുറച്ചേ ഉള്ളത്. ഇതാണ് ഹനുമാൻഗിരി. കമാനം കണ്ടല്ലോ, ഇതാണ് ഹനുമാൻഗിരിയിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സമയം നിന്നു. വലിയ ടൗണിൽ ഷോപ്പുണ്ട്. ഇവിടെ ഒരു 2-3 പീടിക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ ഉത്സവം കഴിഞ്ഞ് തന്നെ കുറേ ആൾക്കാർ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സൈഡുകളൊക്കെ നല്ലുണ്ട്, ഭംഗിയുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും 2-3 വലിയ വിഗ്രഹമാണെന്ന്. ഹനുമാൻ്റെ വലിയ ക്ഷേത്രത്തിൻ്റെ വലിയൊരു വിഗ്രഹം പോകുന്നത് അടുത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ രാമൻ്റെ വലിയൊരു വിഗ്രഹമുണ്ട്, ഭാരതാംബ. അങ്ങനെ 2-3 വലിയ വലിയ വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ വൃന്ദാവനം നോക്കി നല്ലുണ്ട്. എത്ര മനോഹരമായിട്ടാണ് കാണപ്പെടുന്നത്. ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കല്ല് കൊത്തി വെച്ചിട്ടും കന്നഡയിൽ എഴുതിയത് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തെത്തി. ഇതാണ് ഹനുമാൻ്റെ വലിയ വിഗ്രഹം. അവിടെ പൂജയ്ക്കുള്ള സമയമായിന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറേ ലേറ്റായി വന്നത്. അപ്പോൾ നമ്മളും പൂജ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചിട്ട് നിന്നു. അപ്പോൾ പൂജയുടെ സമയമാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുട്ടികൾക്ക് പാർക്ക്, വലിയ മരങ്ങളും. ഇവിടെ പകൽ സമയത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ നമ്മൾ ഇതിൽ കൂടി അങ്ങോട്ട് നടക്കുമ്പോൾ പല സൈസിലുള്ള വിഗ്രഹങ്ങളും, അതായത് കൊത്തുപണികളാണ്. കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തെല്ലാം. അപ്പോൾ കൊത്തുപണികളൊക്കെ ചെയ്ത് ഓരോരോ ഹനുമാൻ ചെയ്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാര്യങ്ങളത് കണ്ടല്ലോ, ഇതൊക്കെ ഇതിലെഴുതി വെച്ചിട്ടുണ്ട്, എന്തെല്ലാം സംഭവം ഇതുണ്ട് എന്നെല്ലാം കണ്ടല്ലോ. വിഗ്രഹങ്ങൾ അതിൽ താഴെ എല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് കന്നഡ ആയതുകൊണ്ട് തന്നെ ഒന്നും വായിക്കാൻ അറിയില്ല. അപ്പം മക്കളെല്ലാം കളിക്കാൻ പോകാമെന്ന് വെച്ചിട്ട് ഓടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ കുറേ ലേറ്റായി, 8 മണി സമയമാണ് ഇത് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഹനുമാൻ്റെ വലിയ ഗത പോലെയുള്ളത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് വേറൊരു
വലിയ വിഗ്രഹം രാമൻ്റെയും ഭാരതാംബയുടെ ഒക്കെ വിഗ്രഹം താഴെ കാണുന്ന ആ കല്ലിൽ കൊത്തിയിട്ട് അതെല്ലാം ഇവിടെ ഓരോരോ ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവിടെ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇത് ഭാരതാംബ, അതിനടുത്ത് രാമൻ്റെ വലിയ വിഗ്രഹം അങ്ങനെ ഉണ്ട്. അപ്പോൾ ആളുകൾ തീരെ രാത്രി രാമനാണ്, അല്ല ഇത് ഭാരതാംബയോ. അപ്പോൾ വിഗ്രഹമൊക്കെ കണ്ട് നേരെ നമ്മൾ പാർക്ക് കുട്ടികൾക്കില്ലേ കളിസ്ഥലത്തേക്ക് പോവാന്ന്. അപ്പോൾ ലൈറ്റുകളൊക്കെ ഉണ്ട്, തിരക്കേ ഇല്ല, ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഒരു രസമില്ല, വിജനം പോലെയുണ്ട്. അപ്പോൾ നേരെ ഇതൊക്കെ അവിടെ ആൾക്കാരെല്ലാം ഇഷ്ടം അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ എത്തി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എവിടെ കളിക്കണം എന്നെല്ലാം അറിയുന്നില്ല. അപ്പോൾ ആൾക്കാരും തീരെ കുറവല്ലേ. അപ്പോൾ പാർക്ക് ഊഞ്ഞാലുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടല്ലോ അവർ കയറി. കാച്ചുമോള് പറയുന്നത് എന്തെന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു കാളക്കുട്ടനുണ്ട് അവിടെ, കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ബൈ.